എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട്. ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. പ്രൊബേഷണറി ഓഫീസറായിട്ടാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് പ്രൊബേഷണറി ഓഫീസേഴ്സ് ആണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 16 ആണ്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് വരാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കൃത്യമായിട്ട് ഇമെയിൽ IDയും ഫോൺ നമ്പറും ഉണ്ടായിരിക്കണം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കോൾ ലെറ്ററൊക്കെ അയക്കുമ്പോഴത്തേക്കും അത് നിങ്ങളുടെ മെയിലിലായിരിക്കും അയക്കുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3 എക്സാംസ് ഉണ്ട്. ഫേസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും പ്രിലിമിനറി എക്സാം ആണ്. ഫേസ് 2 മെയിൻ എക്സാം. പിന്നീട് ഫേസ് 3 ഉണ്ട്. ഫേസ് 3-ലായിരിക്കും ഇൻ്റർവ്യൂ ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ റിലാക്സേഷനെ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ, അതായത് റിസർവേഷനെ ക്ലെയിം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതാത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. അത് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴാണ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കേണ്ടത്. നിങ്ങൾ OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളെ ജനറൽ കാറ്റഗറി ആയിട്ടേ കൂട്ടത്തുള്ളൂ, റിസർവേഷൻ കിട്ടത്തില്ല. OBC കാറ്റഗറി ആണെങ്കിൽ കൃത്യമായിട്ട് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2023-24, 24-25 വർഷത്തിൻ്റെ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി വേക്കൻസി നോക്കാം. ആകെ 600 വേക്കൻസിയാണ്. റെഗുലർ വേക്കൻസി 586, ബാക്ക്ലോഗ് വേക്കൻസി 14 ആണ് വരുന്നത്. ഇതിൽ SC കാറ്റഗറി 87 വേക്കൻസി, ST കാറ്റഗറി 57 വേക്കൻസി, OBC 158 വേക്കൻസി, EWS 58 വേക്കൻസി, അൺറിസർവ്ഡ് 240 വേക്കൻസി എന്നിങ്ങനെയാണ് 600 വേക്കൻസി ഉള്ളത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 16 ആണ്. ഓൺലൈൻ പ്രിലിമിനറി എക്സാം വരുന്നത് 2025 മാർച്ച് 8 മുതൽ 15 വരെ ആയിരിക്കും. ഏപ്രിൽ മാസത്തിൽ റിസൾട്ട് വരുന്നതായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും മെയിൻ എക്സാമിൻ്റെ കോൾ ലെറ്റർ വരുന്നത്. മെയിൻ എക്സാം നടക്കാൻ സാധ്യതയുള്ളത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലായിരിക്കും. അതിൻ്റെ റിസൾട്ട് മെയ് അല്ലെങ്കിൽ ജൂണിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫേസ് 3 എക്സാമിൻ്റെ കോൾ ലെറ്റർ വരുന്നതായിരിക്കും. ഫേസ് 3 എക്സാം വരുന്നത് മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലായിരിക്കും. ഫൈനൽ റിസൾട്ട് വരുന്നത് മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലായിരിക്കും. സാധാരണ അവർ കൊടുക്കുന്ന പോലെ തന്നെ SC, ST, OBC അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സിന് എക്സാമിന് മുമ്പ് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിലായിരിക്കും പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിൻ്റെ കോൾ ലെറ്റർ വരുന്നത്. ട്രെയിനിങ് നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലായിരിക്കും. താല്പര്യമുള്ളവർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ കിട്ടുന്നതായിരിക്കും. ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC, ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെയുള്ളവർക്കും, OBC കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. PWD കാൻഡിഡേറ്റ്സിന് 10 വർഷത്തെ ഏജിന് ഇളവുണ്ട്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതായത് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോഴത്തേക്കും നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കൊടുത്തിട്ടുള്ള ഡേറ്റ് പ്രകാരം 2025 ഏപ്രിൽ 30 മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം അതിന് മുമ്പായിട്ട് അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ പഠിക്കുന്നവരെ അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ സർട്ടിഫിക്കറ്റ്സ് ഉള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സെലക്ഷൻ്റെ ഭാഗമായിട്ട് 3 ഫേസ് വരുന്നുണ്ട്. ആദ്യം പറയുന്നത് പ്രിലിമിനറി എക്സാം ആണ്. എക്സാമിന് സബ്ജക്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി ആണ്. 100 മാർക്കിനാണ് എക്സാം ഉള്ളത്. അടുത്തത് മെയിൻ എക്സാം ആണ്. സബ്ജക്ട്സ് വരുന്നത് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റ്യൂഡ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, ജനറൽ അവയർനെസ് ഓർ ഇക്കണോമി ഓർ ബാങ്കിങ് നോളജ് ആണ്. കൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഉണ്ടായിരിക്കും. ആകെ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. കൂടെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഉണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കിൽസൊക്കെയാണ് നോക്കുന്നത്.
അത് 50 മാർക്കിനായിരിക്കും എക്സാം വരുന്നത്. ടോട്ടൽ 250 മാർക്കിനാണ് മെയിൻ എക്സാം വരുന്നത്. ഫേസ് 3 എക്സാമിൻ്റെ ഭാഗമായിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ്, ഗ്രൂപ്പ് എക്സസൈസ്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. എല്ലാം കൂടെ ആകെ 50 മാർക്കായിരിക്കും വരുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമേ ഫേസ് 3 എക്സാം ഉണ്ടാകത്തുള്ളൂ. ടോട്ടൽ മാർക്സിൻ്റെ ബേസിലായിരിക്കും ഫൈനൽ സെലക്ഷൻ വരുന്നത്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം ജില്ലകളിലാണ് ഫേസ് 1 എക്സാം വരുന്നതും. കൂടാതെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് സെൻറ്ററും ഈ സ്ഥലങ്ങളിലായിരിക്കും. ഇനി മെയിൻ എക്സാം വരുന്നത് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലായിരിക്കും. അപ്പോൾ ഇതാണ് എക്സാം സെൻറ്ററിൻ്റെ കാര്യങ്ങൾ. ഇനി ശമ്പളം എത്ര ലഭിക്കുമെന്ന് നോക്കാം. ശമ്പളം ലഭിക്കുന്നത് സ്റ്റാർട്ടിംഗ് 48,480 രൂപയാണ്. ശമ്പളം ലഭിക്കുന്നത് 48,480 മുതൽ 85,920 രൂപ വരെയാണ്. മുംബൈ സെൻട്രലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് CTC 18.67 lakhs ഒക്കെ ലഭിക്കുന്നതാണ് ആനുവലി. കൂടാതെ എല്ലാ വിധത്തിലുള്ള അലവൻസും ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മിനിമം 3 years എങ്കിലും ബാങ്കിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 750 രൂപയാണ്. അൺറിസർവ്ഡ് കാറ്റഗറിക്കും EWS കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 750 രൂപയാണ്. SC/ST കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ PWD കാൻഡിഡേറ്റ്സിന് എക്സാമിന് മുമ്പ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഓപ്ഷൻ കൊടുത്താൽ മതി. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി January 16 ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ്. നിങ്ങളുടെ പേരെഴുതുക, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് all the information submitted by me in the application form is correct, true and valid. I will present the supporting documents as and when required. The signature, photograph and left hand thumb impression is of mine. ഇതാണ് മാറ്റർ. ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയിട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ആദ്യമേ സൈറ്റിൽ കയറുക. സൈറ്റ് എന്ന് പറയുന്നത് bank.sbi/web/career/current openings ആണ്. ഈ സൈറ്റ് എടുക്കുക. എന്നിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. നിങ്ങൾക്കപ്പോൾ അവിടെ ഒരു പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ഒക്കെ തന്നെ കോൾ ലെറ്റർ ബാങ്കിൻ്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എക്സാമിന് പോകുമ്പോഴത്തേക്കും ഒറിജിനലായിട്ടുള്ള എക്സാം കോൾ ലെറ്റർ കൊണ്ടുപോവുക. കൂടാതെ നിങ്ങളുടെ ID പ്രൂഫിൻ്റെ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. അതായത് നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് അങ്ങനെ ഏതെങ്കിലും IDയുടെ ഒറിജിനലും കൊണ്ടുപോവുക, കോപ്പിയും കൊണ്ടുപോവുക. അതുപോലെ തന്നെ കോൾ ലെറ്ററും കൊണ്ടുപോകേണ്ടതാണ്. എക്സാമിന് കൊണ്ടുപോവുക, ഇൻ്റർവ്യൂവിന് കൊണ്ടുപോവുക. കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ അകത്തോട്ട് കയറ്റത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ അറിയിപ്പുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. bank.sbi/web/career/current openings ആണ്. ഈ സൈറ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBIയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തസ്തിക വരുന്നത് പ്രൊബേഷണറി ഓഫീസറാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി January 16 താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.